നമസ്കാരം. സ്വന്തമായി സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്കായി കുറച്ച് അറിയിപ്പുകൾ നൽകുകയാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. എഴുത്തു പരീക്ഷയൊന്നുമില്ലാതെ തന്നെ സർക്കാർ ജോലി നേടാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും. കരാറടിസ്ഥാനത്തിലാണ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി എവിടെയൊക്കെ ഏതൊക്കെ വേക്കൻസികളിൽ ആളെ വേണം എന്നത് വിശദമായി നമുക്ക് നോക്കാം. ഇതിലാദ്യം പറയാൻ പോകുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പ്രോജക്ട് സയൻറ്റിസ്റ്റ്, പ്രോജക്ട് അസോസിയേറ്റ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന അസോസിയേറ്റിൽ വരുന്നത് തസ്തികയിലേക്ക് 1 വർഷത്തെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രോജക്ട് സയൻറ്റിസ്റ്റിന് പ്രതിമാസം വേതനം 55,000 രൂപയാണ് പറയുന്നത്. അപേക്ഷ IAV കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈനായി ഇതുവഴി സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയ്ക്ക് 25,000 രൂപയാണ് പ്രതിമാസ വേതനം. 2023 സെപ്റ്റംബർ 29 വിജ്ഞാപന പ്രകാരം പ്രോജക്ട് സയൻറ്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.iav.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അതല്ലെങ്കിൽ 047127100050 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതുമാണ്. അതുപോലെ തന്നെ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോ തൊറാസിക് സർജറി വിഭാഗത്തിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റിനെ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 29 രാവിലെ 11 വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇതിൽ യോഗ്യതയായി പറയുന്നത് BSc കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജിയാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 048722003010 എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നുണ്ട്. യോഗ്യത ബിരുദാനന്തര ബിരുദമാണ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 2 രാവിലെ 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുളങ്കുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരേണ്ടതാണ്. അധ്യാപക ജോലി നോക്കുന്നവർക്കായും അവസരമുണ്ട്. തിരുവനന്തപുരം എയ്ഡഡ് സ്കൂളിൽ UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത തസ്തികയിൽ ഒഴിവുണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. TTC, D.Ed അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും B.Edഉം പാസ്സായിരിക്കണം. യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. പ്രായപരിധി 18-നും 40 വയസ്സിനും ഇടയിലാണ്. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവുണ്ടാകുന്നതായിരിക്കും. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ 2024 സെപ്റ്റംബർ 3 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി അതേ സ്കൂളിൽ HST മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത തസ്തികയിലും ഒഴിവുണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും B.Ed അല്ലെങ്കിൽ BT പാസ്സായിരിക്കണം. യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ 2024 സെപ്റ്റംബർ 3 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.